ഇതര സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു. ഇന്നിപ്പോൾ എല്ലായിടത്തും മേയർമാർ അധികാരമെടുക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ പഞ്ചായത്തുകളിൽ, ബ്ലോക്ക് പഞ്ചായത്തുകളിലൊക്കെ അധികാരത്തിലെത്തും. UDFും CPMും BJP മുസ്ലിം ലീഗും എല്ലാം. സത്യം പറഞ്ഞാൽ ഇനിയുള്ള കാലത്ത് ഈ വാർഡ് തലത്തിലുള്ള മെമ്പർമാർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ എങ്ങനെയുള്ള പ്രവർത്തനം കാഴ്ചവെക്കണമെന്നാണ് കരുതുന്നത്? ഈ വാർഡ് തലങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഇപ്പോൾ കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പിലെ നിലവിളി ശബ്ദവും കരച്ചിലും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു പരസ്യ പ്രസ്താവനകൾ. പാർട്ടി കോർ കമ്മിറ്റികളിൽ മാത്രം ചർച്ച ചെയ്യേണ്ടുന്ന പലവിധ വിവാദങ്ങൾ പുറത്തേക്ക് വന്നത് അത്യന്തം നിരാശാജനകമാണ്. ഇവർ അധികാരത്തിലെത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വോട്ട് ചെയ്ത വോട്ടർമാരെ കോമാളികളാക്കുന്ന നടപടികളായിപ്പോയി എന്നുള്ളതാണ് പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന്. അതിൽ പക്വതയോടെ പെരുമാറിയ നമ്മുടെ ദീപ്തി മേരി വർഗീസിനെയും BJPയുടെ കൗൺസിലറായിട്ടുള്ള ശ്രീലേഖ IPSനെയും ഒക്കെ നമ്മൾ അനുമോദിക്കാതെ, പരാതികളും പരിഭവങ്ങളും ഉണ്ടെങ്കിലും അതെല്ലാം ഉള്ളിലൊതുക്കിക്കൊണ്ട് പുറത്ത് ചിരിച്ചുകൊണ്ട് പെരുമാറിയ ഇവർക്കൊക്കെ ഇനി ആശ്വസിക്കാനുള്ളത് രണ്ടുപേർക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയസാധ്യതയുള്ള സീറ്റുകൾ ലഭിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു 5.5 മാസം കൂടി മുന്നോട്ട് പോവാം. 5.5 മാസത്തിന് ശേഷം അവിടെയും സീറ്റില്ല എന്നറിയുമ്പോൾ വീണ്ടും സങ്കടപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ജഗദീശ്വരനോടും ഹൈക്കമാൻഡിനോടും കേന്ദ്ര കമ്മിറ്റിയോടും നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് മാത്രമാണ്. നമുക്കൊക്കെ ഇവരെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞിരിക്കുന്നു. ഈ പ്രസിഡന്റുമാരെയും ഒക്കെ മാറ്റി നിർത്താം. ജനപ്രതിനിധികൾ, വാർഡ് മെമ്പർമാർ, കൗൺസിലർമാർ, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, അതിൽ പല കുത്തക സീറ്റുകളും ഇത്തവണ UDFും തിരിച്ച് UDFിന്റെ കുത്തകൾ BJPയുടെയും UDFിന്റെ കുത്തകൾ ഇടതുപക്ഷവും ഒക്കെ പിടിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. MM മണി ആശാന്റെ പഞ്ചായത്ത് പോലും UDF പിടിച്ചു. മാണി സാറിന്റെ പാല UDF പിടിച്ചു. എങ്ങനെയെന്നുള്ളതൊന്നും ഒരു ചോദ്യമേ ഒന്നുമല്ല. സ്വതന്ത്രന്മാരെ വാങ്ങിയോ, അവർക്ക് സീറ്റ് അതല്ല, പിടിച്ചോ എന്നുള്ളതാണ്. 50 വർഷങ്ങൾക്ക് ഇപ്പുറം ജോസ് കെ മാണിയുടെ പിതാവ് അന്തരിച്ച രാഷ്ട്രീയ ഭീഷ്മാചാര്യരായ KM മാണി സാറിന്റെ നിയമസഭാ സ്ഥാനാരോഹണത്തിന്റെ 50ാം വാർഷികത്തിൽ അദ്ദേഹം പൊന്നുപോലെ സൂക്ഷിച്ച പാല നഗരസഭ UDFിന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് UDFിന്റേതായിരുന്നു. മാണി സാറിന്റെ പാർട്ടി ഇല്ലാത്ത UDFിന്റെ കരങ്ങളിലേക്ക് പോകുന്നു. നമ്മുടെ ശാന്തിവിള ദിനേശിന്റെ ഭാഷയിൽ പറഞ്ഞ അഴുക്ക ചെറുക്കൻ, തന്തയേക്കാൾ മോശം അഴുക്ക ചെറുക്കന്റെ പാർട്ടി ഇവിടെ ഭരിക്കണ്ട എന്ന് പാലായിലെ കോൺഗ്രസ്സുകാരൻ കൊണ്ട് തീരുമാനിച്ചു എന്നുള്ളത് അത്യന്തം സങ്കടകരമായ. 21 വയസ്സുള്ള ദിയ പുളിക്കണ്ടത്തിൽ 21 വയസ്സിന് എന്താ പ്രശ്നം? ഇവിടെ സംസ്ഥാനം ഭരിക്കുന്ന CPMനെ 22-കാരിയാക്കാമെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന UDFിന് 21-കാരിയാക്കാം. ദിയ പുളിങ്കണ്ടത്തിൽ പറയുന്നുണ്ടല്ലോ, ജൻസികൾ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കരുത്, രാഷ്ട്രീയത്തിൽ അഭിപ്രായം പറയണമെന്ന് പക്വതയോടുകൂടി സംസാരിക്കുന്ന ഒരു കുട്ടി. മാത്രമല്ലല്ലോ, ആ കുട്ടിയുടെ കുടുംബത്തിൽ നിന്നുള്ളവർ തന്നെ കൗൺസിലിൽ ഇരിക്കുകയാണ്. അപ്പൊ അവര് ഭരിച്ചോളും, ഭംഗിയായിട്ട് ഭരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. എന്തായാലും തിരുവനന്തപുരത്തെ നഗരസഭാ ഭരണം പോലെ ആകാതിരിക്കട്ടെ. കുത്തക വാർഡുകൾ മാറ്റി വോട്ട് ചെയ്തത് എന്തിനാണ്? ആളുകൾ ഒരു കുത്തക വാർഡ്, CPMന്റെ കുത്തക വാർഡ്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കുത്തക വാർഡ്, അല്ലെങ്കിൽ BJPയുടെ കുത്തക വാർഡ് മാറ്റിക്കൊണ്ട് പുതിയൊരാൾ വരട്ടെ എന്ന് ജനം ചിന്തിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? അതെ, ഒരു മാറ്റം വേണമെന്ന് ജനങ്ങൾക്ക്. എന്ത് മാറ്റമാണ് വേണ്ടത്? ഭരണപരമായിട്ടുള്ള മാറ്റം, വികസനപരമായിട്ടുള്ള മാറ്റം, അല്ലെങ്കിൽ എന്താണ് അവർ മുന്നോട്ട് വെക്കുന്ന കുത്തക രാഷ്ട്രീയം, മൊണോപ്പൊളി ഏത് ഘട്ടത്തിലും ജനങ്ങൾ അംഗീകരിക്കാത്തൊരു ഘടകമാണ്. അപ്പോൾ അത് മാറ്റം വരണമെന്ന് ജനങ്ങൾ തീർച്ചയായും വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ശബരിമല വിഷയം, രാഹുൽ മാങ്കൂട്ടം വിഷയം, വോട്ടെടുപ്പിന്റെ അന്ന് വരെ ജനങ്ങളെ കാണുമ്പോൾ എല്ലാ വീട്ടിലും ചെന്ന് ചേച്ചി സഹായിക്കണേ, ചേച്ചി വോട്ട് ചെയ്യണേ, ചേട്ടി പ്രാർത്ഥിക്കണേ, ചേട്ടാ വരണേ, പ്രവർത്തനത്തിൽ ഇറങ്ങണേ എന്ന് പറഞ്ഞ മെമ്പർമാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങൾ പറഞ്ഞത് കേട്ട് അവർ വോട്ട് ചെയ്തു. ഇനി 5 വർഷക്കാലം അവർ പറയുന്നത് കൂടി കേൾക്കാൻ ബാധ്യസ്ഥരാണ് നിങ്ങൾ അവരെ ഭരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരല്ല. അവർക്കൊപ്പം നിൽക്കാൻ, നാടിന്റെ നന്മയ്ക്ക് അവർ പറയുന്ന നിർദ്ദേശങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് നല്ലതിനെ സ്വീകരിച്ച് ചീത്തയെ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. ഇനി 1200 വോട്ടുകളുള്ള ഒരു വാർഡിൽ ചിലപ്പോൾ 300-350 വോട്ട് നേടി ജയിച്ച സ്ഥാനാർത്ഥി ഉണ്ടാകാം. ചിലപ്പോൾ ഒരുപാട് സ്ഥാനാർത്ഥിമാരൊക്കെ ഉണ്ടെങ്കിൽ 250 വോട്ട് ജയിച്ച സ്ഥാനാർത്ഥിമാരും ഉണ്ടാകാം. നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം, ഇനി നിങ്ങൾ നോക്കുന്ന ഈ 1200 വോട്ടർമാരും നിങ്ങളുടെ വോട്ടർമാരാണ്. പക്ഷാഭേദമില്ലാത്ത, ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാത്ത ഭരണം കാഴ്ചവെക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അർഹതപ്പെട്ടവർക്ക് സ്ഥാനമാനങ്ങൾ കൊടുക്കുമ്പോൾ കൊടിയുടെ നിറമോ അവരുടെ ജാതിയോ അവരുടെ മതമോ വിലയിരുത്തപ്പെടാതെ മുന്നോട്ട് പോകേണ്ടതാണ്. ഇനി പക്ഷേ വാർഡ് മെമ്പർമാരെ പറ്റി പറഞ്ഞു, അവരുടെ ഓണററി ഉയർത്തണം. അല്ല, ഉറപ്പായിട്ടും 8500 രൂപ കൊണ്ട് ഒരാൾക്ക്
5 വർഷക്കാലം മറ്റൊരു തൊഴിലുമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. മുഴുവൻ സമയ പൊതുപ്രവർത്തകരായി തുടരണമെങ്കിൽ ഈ നാട്ടിൽ മാന്യമായ ഒരു ദിവസം 1000 രൂപ വെച്ചെങ്കിലും കൂലി ലഭിക്കണം എന്നുള്ളത്, ഇല്ലെങ്കിൽ ഇവിടെ അഴിമതി ഉണ്ടാകും എന്നുള്ളതാണ്. ഇപ്പൊ സൈഡ് പരിപാടിയോ ബിസിനസ്സോ ഒക്കെ ഉള്ളവർക്ക് അത് പ്രശ്നമില്ല. ഇതൊന്നുമില്ലാത്ത ഒരുപാട് സാധാരണക്കാരായ ജനപ്രതിനിധികൾ ഈ നാട്ടിലുണ്ട്. ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് അടിയന്തരമായി സർക്കാർ എടുക്കേണ്ട തീരുമാനങ്ങളിൽ ഒന്ന് തന്നെയാണ്. ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്ന് പറയുന്നതിനൊപ്പം തന്നെ ഞാൻ പറയുന്നു, നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു വലിയ ഒരു പ്രതിഭാസമുണ്ട്. അതായത് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പേര് മാറ്റിയ പേര് പറഞ്ഞു പഠിച്ചു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തൽക്കാലം തൊഴിലുറപ്പ് പദ്ധതി എന്ന് തന്നെ നമ്മൾ വെക്കാം. നമ്മളൊക്കെ നാട്ടിൽ നമ്മൾ നോക്കുമ്പോൾ അപ്പുറത്തെ ദിവാകരൻ കൊച്ചാട്ടന്റെ വീട്ടിലും ജോസഫ് അച്ചായന്റെ വീട്ടിലും അബ്ദുൽ ഹമീദ് ഹാക്കാട വീട്ടിലും ഒക്കെ പറമ്പത്തിരുന്ന് കിളയ്ക്കുകയും തടം വെട്ടുകയും മണ്ണ് കോരിയൊക്കെ ചെയ്യുന്ന സഹോദരന്മാരെ, പ്രായമായ അച്ഛനമ്മമാരെ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അടിയന്തരമായി നിങ്ങൾ ചെയ്യേണ്ടത് ഈ തൊഴിലുറപ്പ് പദ്ധതി, അതൊന്നും ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല. 100 ദിവസം തൊഴിൽ കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്, അതുകൊണ്ടാണ് ഇത് കൊടുക്കേണ്ടി വന്നത്. പക്ഷേ നോക്കൂ, എത്രയോ പൊതുവഴികളുടെ സൈഡോരങ്ങളിൽ ഇപ്പോഴും ഒരാൾ പൊക്കത്തിലും 2 ആൾ പൊക്കത്തിലും കാട് വളർന്ന് കിടക്കുന്നുണ്ട്. പാമ്പും പഴുതാരയും നരിയും കുറുക്കനും ചാടി വീഴുന്ന, ഏത് സമയവും ചാടി വീഴാൻ കഴിയുന്ന സാഹചര്യത്തിലേക്കാണ് പല റോഡുകൾ. പഞ്ചായത്ത് റോഡുകളുടെ വീതി 3 മീറ്റർ ആയിരുന്നു. പിന്നീട് ടാറിംഗ് വർക്കുകളൊക്കെ വന്ന സമയത്ത് ടാറ് വന്നിന്റെ സൈഡിൽ ഐറിഷൂടെ ചേർത്ത് 5 മീറ്റർ വീതിയിലേക്കൊക്കെ ഉയരുന്ന സാഹചര്യങ്ങൾ കണ്ടിട്ടുണ്ട്. എങ്കിലും പഞ്ചായത്ത് റോഡുകളിൽ ഇപ്പോഴും പുതിയ റോഡുകളും മലയിടുക്കുകളിലും വയലോരങ്ങളിലും ഒക്കെയുള്ള റോഡുകൾക്ക് 3 മീറ്റർ, കഷ്ടി 3 മീറ്റർ മാത്രമാണ് ഇപ്പോൾ വീതി. 5 മീറ്ററും 10 മീറ്ററും വീതിയുള്ള റോഡുകളിലെ ബാക്കി വശങ്ങളെല്ലാം കാട് കയ്യേറിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും അടിസ്ഥാനപരമായി ചെയ്യേണ്ടത് ആളുകൾക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനുള്ള നടപടികൾ ആദ്യഘട്ടത്തിൽ തന്നെ നിങ്ങൾ സ്വീകരിക്കണം. ഈ തൊഴിലുറപ്പ് പദ്ധതിക്കാരെ കൊണ്ട് അയലോക്കക്കാരന്റെ കണ്ടം കളപ്പിക്കാൻ വിടുന്നതിന് പകരം ഇത്തരത്തിലുള്ള പദ്ധതികളുമായി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അടിയന്തരമായി ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യമാണ്. നമ്മളെ പല സ്ഥലങ്ങളിൽ, അതായത് പല പഞ്ചായത്തുകളിലൂടെ സഞ്ചരിക്കുമ്പോഴും പല റോഡുകളിലും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അവരവരുടെ വാർഡുകളിൽ ഇത്തരത്തിലുള്ള പൊതു ഇടങ്ങൾ വൃത്തിയാക്കുന്നതിനുള്ള പണികൾ വെച്ച് എസ്റ്റിമേറ്റ് വെച്ച് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉറപ്പുവരുത്തേണ്ടിയിരിക്കുന്നു. ഇനി വലിയ ജല ദൗർബല്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ജൽജീവൻ പദ്ധതി, പ്രധാനമന്ത്രിയുടെ എന്നൊക്കെ പറയുമ്പോൾ ചിരി വരും. എന്നെങ്കിൽ പോലും ജൽജീവൻ പദ്ധതി പ്രകാരം വീടുകളിലൊക്കെ പൈപ്പ് ലൈൻ എത്തിയിട്ടുണ്ട്, വെള്ളം എത്തുന്നുണ്ട്. എങ്കിൽ പോലും പ്രകൃതിദത്തമായ സ്രോതസ്സുകളെ സംരക്ഷിക്കേണ്ടത് ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ട ഒന്നാണ്. കാവും കുളവും പഞ്ചായത്ത് കുളങ്ങൾ, പഞ്ചായത്ത് കിണറുകൾ, വയലേലകളിലുള്ള കുളങ്ങൾ എന്നിവ വൃത്തിയാക്കിക്കൊണ്ട് അത് സംരക്ഷിക്കാനും യുവതലമുറയ്ക്ക് വൈകുന്നേരങ്ങളിലും അവധി ദിവസങ്ങളിലും അവിടെ കുളിക്കാനും നീന്തൽ പരിശീലിക്കാനും അതിനടുത്ത് തന്നെ കളിക്കളങ്ങളും ഒരുക്കാനുള്ള ബാധ്യത ഓരോ പഞ്ചായത്ത് മെമ്പർമാരിലും നിക്ഷിപ്തമായിരിക്കും. ഇന്നത്തെ യുവതലമുറയെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം തൊഴിലില്ലായ്മയൊന്നുമല്ല, ലഹരിയുടെ ഉപയോഗമാണ് എന്ന് എപ്പോഴും പറയാറുണ്ട്. എങ്ങനെയാണ് ലഹരിയുടെ ഉപയോഗം കൂടുന്നത്? ഇവർക്ക് ഒത്തൊരുമിക്കാനും കളിക്കാനും കളിക്കളങ്ങൾ ഇല്ലാതാകുമ്പോൾ ചെറിയ സംഘങ്ങളായി അവർ അവരുടേതായ വിനോദങ്ങളിലേക്ക്, സന്തോഷങ്ങളിലേക്ക് കടന്നു പോകുന്ന ഒരു സാഹചര്യം നമുക്ക് നാട്ടിൽ ഏറ്റവും വലിയ ഒന്നാണ്. പുതിയൊരു നല്ല യുവതലമുറയെ വാർത്തെടുത്ത് ആ യുവതലമുറയെ കൂടി പഞ്ചായത്ത് ഭരണത്തിൽ അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ രാഷ്ട്രീയ ഭേദമന്യേ, അവൻ യൂത്ത് കോൺഗ്രസ്സുകാരനാകട്ടെ, BJP-കാരനാകട്ടെ, യൂത്ത് ബ്രിഗേഡുകൾ എല്ലാ പഞ്ചായത്തുകൾ ലെവലിലും വാർഡ് തലങ്ങളിലും ഉണ്ടാക്കിയെടുക്കാനുള്ള ബാധ്യത പഞ്ചായത്തിന്റെയും കോർപ്പറേഷന്റെയും ഭരണകൂടങ്ങളിൽ നിശ്ചിതമാണ്. അല്ലാതെ കേരളോത്സവം വരുമ്പോൾ മാത്രം ഇവിടുത്തെ ക്ലബ്ബുകൾ ഏതാണ് എന്നത് പൊടി തപ്പി പോവുകയല്ല നിങ്ങൾ വേണ്ടത്. എല്ലാ വാർഡുകളിലും 1 2 സാംസ്കാരിക സംഘടനകൾ, ക്ലബ്ബുകൾ ഇല്ലാത്തടത്തത് ഫോം ചെയ്യണം. അവർക്ക് കളിക്കാനും വായിക്കാനും കുളിക്കാനും ഒക്കെയുള്ള കൂട്ടായ്മയുടെ ഇടങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഗ്രാമസഭകൾ കൂടുന്നതിനോടൊപ്പം യൂത്ത് ബ്രിഗേഡുകൾ, തൊഴിലുറപ്പ് സ്ത്രീകൾ, കുടുംബശ്രീ ചേച്ചിമാർ ഇവരെയൊക്കെ മാസത്തിൽ ഒരിക്കലെങ്കിലും വിളിച്ചുകൂട്ടി അവരുടെ ആവശ്യങ്ങൾ കേൾക്കാനുള്ള സന്മനസ്സും അത് നടത്തിക്കൊടുക്കാനുള്ള സന്മനസ്സും നിങ്ങൾക്കുണ്ടാക്കണം. പഞ്ചായത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന തുച്ഛമോ അല്ലെങ്കിൽ തുച്ഛമല്ലാത്തതോ ആയ പദ്ധതി വിഹിതങ്ങളെ വീതം വെച്ച് അവിടെയും ഇവിടെയും കൊണ്ടുപോയി റോഡിന് കോൺക്രീറ്റ് ചെയ്യുന്നതും പഞ്ചായത്ത് കെട്ടിടത്തിന്റെ മേളിൽ ഷീറ്റ് ഇടുന്നതും മാത്രമല്ല വികസന പ്രവർത്തനങ്ങൾ. അതിനും അപ്പുറത്തേക്ക് ത്രിതല പഞ്ചായത്ത് തലത്തിലും MLA തലത്തിലും MP തലത്തിലും ഇടപെടലുകൾ നടത്തി തങ്ങളുടെ വാർഡുകളിലേക്ക്, പഞ്ചായത്തുകളിലേക്ക് ബൃഹത്തായ പദ്ധതികൾ കൊണ്ടുവരാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കണം. MLA ഇടതുപക്ഷക്കാരനായതുകൊണ്ട് ഞാൻ അവിടെ പോകില്ല എന്നോ, അല്ലെങ്കിൽ MP വലതുപക്ഷക്കാരനായതുകൊണ്ട് ഞാൻ അവിടേക്ക് പോകില്ല എന്നോ, അല്ലെങ്കിൽ പ്രധാനമന്ത്രി BJP-കാരനായതുകൊണ്ട് ഞാൻ അവിടേക്ക് പോകില്ല എന്നുള്ള പിടിവാശികൾ ഒഴിവാക്കിക്കൊണ്ട് ഇതൊരു ജനാധിപത്യ സമ്പ്രദായമാണ്, നമുക്ക് വേണ്ടത് ചോദിച്ചു വാങ്ങുവാനുള്ള നടപടികൾ സ്വീകരിക്കണം. ചില MLA-മാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ അവർക്കത് തന്നില്ലേ, ഞാൻ തന്നതൊന്നും നിങ്ങൾ മറന്നു പോലെ, നിങ്ങളുടെ കുടുംബത്തിൽ നിന്നല്ലല്ലോ ഇതൊന്നും തരുന്നത്, നമുക്ക് അവകാശപ്പെട്ടത് ചോദിച്ചു വാങ്ങുന്നതിൽ ഒരു തെറ്റുമില്ല. അത്തരത്തിലുള്ള ബൃഹത് പദ്ധതികൾ കൊണ്ടുവരുവാനുള്ള സാധ്യതകളെ കണക്കിലെടുക്കണം. നമ്മുടെ നാടുകളിലെ കോളനി എന്ന പദം ഇല്ല, നഗറുകൾ, അതായത് സാമ്പത്തികമായി താഴെത്തട്ടിൽ കിടക്കുന്ന അല്ലെങ്കിൽ ജാതീയമായി താഴ്ത്തപ്പെട്ടവരുടെ നഗറുകളെ കണ്ടെത്തി അവിടെ
പദ്ധതികൾ ഉണ്ടാകണം. 2020 എന്ന് പറയുന്ന സംഘടന നിലവിൽ വന്നപ്പോൾ അതിൽ ഏറ്റവും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആകർഷണമായത് അവരുടെ സൂപ്പർ മാർക്കറ്റ് ഒന്നുമല്ല, അവരുടെ ദളിത് നഗറുകൾ. അന്ന് കോളനികളായിരുന്നു. ഇതെല്ലാം കണ്ടെത്തി CSR ഫണ്ടിങ് ഉപയോഗിച്ചുകൊണ്ട് ഒരേ തരത്തിലുള്ള അപ്പാർട്ട്മെന്റ്, ഈ വില്ലകളെ വെല്ലുന്ന തരത്തിലുള്ള വീടുകളും അതിന് അനുബന്ധമായ റോഡുകളും മറ്റ് പ്രവർത്തനങ്ങളും നടന്നു. ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഒരുപാട് കമ്പനികൾക്ക് CSR ഫണ്ടുകൾ ഉണ്ടാകും. ആ CSR ഫണ്ടുകൾ CSR കൺസൾട്ടന്റുമാരെ കണ്ടെത്തി CSR ഫണ്ടുകൾ കൊണ്ടുവന്ന് പഞ്ചായത്തിന്റെ അനുമതിയോടുകൂടി അത്തരം പദ്ധതികൾക്ക് രൂപം കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ ക്രിയാത്മകമായി ഇടപെട്ടാൽ ആ നാടിന് വേണ്ടത് എന്താണോ അതിനെ കണ്ടെത്തിക്കൊണ്ട് അവർക്കൊപ്പം നിന്നാൽ ഉറപ്പായും താങ്കൾക്കല്ലെങ്കിൽ താങ്കളുടെ ഭാര്യയ്ക്ക് എന്ന ചിന്ത മാറ്റിക്കൊണ്ട് താങ്കൾക്കല്ലെങ്കിൽ ആ കൂട്ടത്തിൽ നിന്ന് നല്ല കുട്ടികളെ വളർത്തിക്കൊണ്ടുവന്ന് അടുത്ത തവണയും അധികാരത്തിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങൾ ഇന്നിന്റെ കാലഘട്ടത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്.